ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ സിംപ്ലി കപ്പിൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു നാച്ചുറൽ റെമഡിയാണ്. സാധാരണ കുറേ പേര് ചോദിച്ചായിരുന്നു ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഡാൻഡ്രഫിന് ഭയങ്കര ഇത് കാരണം മുടി കൊഴിച്ചിലുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാവരും എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി നമുക്ക് പറ്റുന്നത് നമ്മുടെ പൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഈ പൊടികളെല്ലാം നമ്മുടെ തലയിൽ ഇങ്ങനെ പറ്റിപ്പിടിക്കുമ്പോൾ പറ്റുന്നതാണ്. കൂടുതലും ഓയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ അവർ പുറത്തേക്ക് പോകുമ്പം ഈ പൊടികളെല്ലാം നമ്മളുടെ സ്കാൽപ്പിൽ തട്ടി നമ്മുടെ സ്കാൽപ്പ് തന്നെ വല്ലാണ്ട് ഡ്രൈ ആയി പോകുന്നൊരവസ്ഥയാണ് ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. നമുക്ക് കുറേ നാച്ചുറൽ ടിപ്സ് ഉണ്ട്. അതിൽ എനിക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് അത് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്. നമുക്ക് വേണ്ടത് കുറച്ച് തൈര്. ഇതിപ്പോൾ എൻ്റെ ഹെയറിന് കവർ ചെയ്യാൻ പറ്റിയ രീതിയിൽ ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് ലെമൺ എടുത്തേക്കണം. ഇത് ഹാഫ് ഫുള്ള് വേണമെന്നില്ല, ഒരു 2-3 ഡ്രോപ്സ് മാത്രം മതി. പിന്നെ എടുത്തേക്കുന്നത് പാരച്യൂട്ട് ഓയിലാണ്. നിങ്ങൾക്ക് നോർമലി നിങ്ങളുടെ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെന്നാണെങ്കിൽ അതായിരിക്കും നാച്ചുറൽ ആയിട്ടുള്ളതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ പാരച്യൂട്ട് ഓയിലാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു 2-3 ഡ്രോപ്സ് മതി. ഞാൻ കുറച്ച് മാത്രം സ്ക്യൂസ് ചെയ്തിടാണ്. അതിലേക്ക് കുറച്ച് ഓയിൽ, അധികം വേണ്ട, കുറച്ച് ഓയിലെടുത്ത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്കാൽപ്പ് നന്നായിട്ട് ഷാമ്പു ഇട്ടിട്ട് നിങ്ങളുടെ ഹെയർ ഫുള്ള് നന്നായിട്ടൊന്ന് ഓയിൽ ഫ്രീ ആക്കി വെക്കുക. എന്നിട്ട് വേണം ഇതിൽ അപ്ലൈ ചെയ്യാൻ. അധികം ഡ്രൈ ആയി പോയില്ല, കാരണം ഇതിൽ നമ്മൾ എന്തായാലും ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ മിക്സ് ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. അത് മിക്സ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ടെയിൽ കോമ്പ്, അതെന്നാണെങ്കിൽ നോർമലായിട്ടുള്ളൊരു ചീപ്പ് വെച്ചിട്ട് ഈ അതിൻ്റെ ടിപ്പ് വെച്ച് നമ്മളുടെ ഈ ഡാൻഡ്രഫ് നന്നായിട്ട് ചിരണ്ടി കളയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി നടുക്ക് നിന്ന് ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് തന്നെ സെൻട്രൽ പോർഷനിലെ ഡാൻഡ്രഫ് ഉണ്ടെന്നാണെങ്കിൽ അവിടെ നിന്ന് ഒന്നെങ്കിൽ ടെയിൽ കോമ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ചീവി കൊടുക്കുക. ആരെങ്കിലും ഒരാൾ ഇത് ചെയ്ത് തരാനുണ്ടെന്നാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. കാരണം നമുക്കിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കാണണമെന്നില്ല. അപ്പോൾ ആരെങ്കിലും ചെയ്താൽ അത്രയും ബെറ്റർ ആയിരിക്കും. നന്നായിട്ട് ചീവി കളയുക. ഇത് ചീവി കളഞ്ഞിട്ട് അടുത്തത് എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ചീവി കളയുക. അറ്റം വരെ ഇങ്ങനെ ചീവി കളയുക. അത് കഴിഞ്ഞ് ഈ പോർഷൻ എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ലെഫ്റ്റ് പാർട്ട് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. എവിടെയാണ് കൂടുതൽ ഡാൻഡ്രഫ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ വേണം നമ്മൾ ഈ മിക്സൊക്കെ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ചിരണ്ടി കളഞ്ഞു കൊടുക്കുക. നമ്മുടെ ഈ നെക്കിൻ്റെ ബാക്കിലായിരിക്കും കൂടുതൽ ഡാൻഡ്രഫ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പോൾ അവിടേക്ക് നന്നായിട്ടൊന്ന് ചിരണ്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് പാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്തിട്ട് സെൻറ്ററിൽ നിന്ന് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ റൈറ്റ് പോർഷനിലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഡാൻഡ്രഫ് നന്നായിട്ട് ചീകി കളഞ്ഞിട്ടുണ്ട്. ഒട്ടും റിമെയിൻ ചെയ്യണില്ല എന്ന് ഉറപ്പ് വരുത്തണം. കാരണം നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ ഡാൻഡ്രഫ് ഉണ്ടാവുന്നത് നമുക്ക് റിസൾട്ട് നന്നായിട്ട് കിട്ടാൻ സാധ്യത കുറവാണ്.
അപ്പോൾ നന്നായിട്ട് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിനി ഇത് അപ്ലൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഡാൻഡ്രഫ് കളയാൻ എടുത്ത അതേ ഒരു മെത്തേഡിൽ തന്നെ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ചീകിയിട്ട് ഒരു കോട്ടൺ വെച്ചോ, അല്ലെന്നാണെങ്കിൽ നമ്മളുടെ ഫ്രീ ഹാൻഡ്സ് വെച്ചിട്ട്, ഞാനിപ്പോൾ ഫ്രീ ഹാൻഡ്സ് വെച്ചിട്ടാണ് ചെയ്യണത്. ഫ്രീ ഹാൻഡ്സ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതെടുത്തിട്ട് ഒന്ന് നമ്മളുടെ മിക്സ് ഇതുണ്ടോ ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് ഈ അറ്റം വരെ ഇങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ലെഫ്റ്റിലോട്ടാണ് കേട്ടോ പോണത്. ലെഫ്റ്റ് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റ് ഫുള്ള് ചെയ്യണം. അപ്പോൾ ഇനി നമ്മളുടെ ഹെയർ ഫുള്ള് സ്കാൽപ്പ് ഫുള്ള് നമ്മൾ ഈ മിക്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഒരു 20 അല്ലെങ്കിൽ 30 ഒരു മിനിറ്റ്സ് നമ്മൾ നന്നായിട്ട് ഹെയർ ടൈറ്റ് ചെയ്ത് വെക്കുക. ഇത് അപ്ലൈ ചെയ്തതൊന്നും നമ്മുടെ തലയിൽ നന്നായിട്ട് പിടിക്കണ വരെ നമ്മളിത് ഒന്ന് ടൈ ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും നിങ്ങളിത് വാഷ് ചെയ്ത് കളയാം നിങ്ങൾക്ക്. പക്ഷെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ലെമണിൻ്റെ മിക്സ്, അത് ഞാൻ എടുത്ത് പറയുകയാണ്, ലെമണിൻ്റെ മിക്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതൊരു 2-3 ഡ്രോപ്സ് മാത്രം മതി. അധികമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് 2-3 ഡ്രോപ്സ് മാത്രം മതി. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു എസെൻസ് വരാൻ വേണ്ടി മാത്രമായിട്ടാണ്. അപ്പോൾ ഇത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് ബാക്കി കേർഡ് ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ എൻഡിലോട്ടൊക്കെ കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം തൈര് വളരെ നല്ലതാണ്. നമ്മുടെ ഹെയർ എപ്പോഴും ഈ ഹോട്ട് ആയതുകൊണ്ടിട്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളുടെ ഹെയർ ഡാമേജ് ആവണതെന്നൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് തൈര് ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ നമുക്കിതിനൊരു 20 or 30 മിനിറ്റ്സ് വെക്കാം. അപ്പോൾ ഇതൊരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് തലയിൽ വെച്ചിട്ട് ഇത് നിങ്ങളിനി എന്തായാലും വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളിപ്പം വീട്ടിലിരിക്കുന്ന ടൈമിൽ ഇത് അപ്ലൈ ചെയ്യണതായിരിക്കും നല്ലത്. കാരണം തൈരിൻ്റെ നല്ല മണം ഉണ്ടാകും. ഷാമ്പും കണ്ടീഷണേഴ്സും യൂസ് ചെയ്യാതിരിക്കുക ഇത് അപ്ലൈ ചെയ്യുമ്പോൾ. കാരണം 1 ഡേ നമ്മൾ ഇത് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് വെക്കുക. അപ്പോൾ നമ്മളുടെ ഹെയറിന് നല്ലൊരു ഷൈനിങ്ങും ഗ്ലേസിനെസ്സൊക്കെ ഉണ്ടാകും. നാച്ചുറലായിട്ടുള്ളൊരു രീതിയിൽ നമ്മൾ കെമിക്കൽസ് മാക്സിമം ഇത് ചെയ്യണ ആ ഒരു ടൈമിൽ അവോയ്ഡ് ചെയ്യുക. ഇതൊരു 2-3 സിറ്റിങ്സൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു എഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ മാക്സിമം ഇത് നമ്മൾ കെമിക്കൽസ് അധികം ഇത് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ള എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി ഇതെന്തായാലും വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ നാച്ചുറൽ ടിപ്പ്, ഡാൻഡ്രഫ് റിമൂവലിന് വേണ്ടിയിട്ടുള്ള ഈ നാച്ചുറൽ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് എനിക്ക് നിങ്ങളുടെ റിപ്ലൈസ് ഒക്കെ എല്ലാം പറഞ്ഞുതരാം. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്കിത് യൂസ് ചെയ്തിട്ട് ഡിഫറൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കമൻറ്റിൽ പറയുക. ഇല്ലെന്നാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക ഇൻസ്റ്റാഗ്രാമിൽ, അല്ലെങ്കിൽ എനിക്ക് ഇമെയിൽ വഴി അയയ്ക്കുക. ഞാനപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ എനിക്ക് കിട്ടണം. അതുപോലെ തന്നെ നമുക്കിതിനി മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഈ ചാനൽ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.